നല്ല തേങ്ങയുടെ മണം. ഗൈസ്, എനിക്കുണ്ടല്ലോ 2 സാമ്പിൾ പാക്സ് ഇട്ടിട്ടുണ്ട് ഹംഗ്രി മസിൽ. സോ ഇതിന്റെ ഫ്ലേവേഴ്സ് നോക്കിയപ്പോഴാണ് കോക്കനട്ട് ഐസ്ക്രീമും പിന്നെ ചോക്ലേറ്റ് കോക്കനട്ടും. ഇതാണ് 2 ഫ്ലേവേഴ്സ്. അപ്പോ ഇതിൽ ഏതെടുക്കുമ്പോൾ ഞാൻ ഡൗട്ടായിട്ട് ഇരിക്കുക. എന്തായാലും നമുക്ക് ഒരെണ്ണം ഐസൊലേറ്റും ആണ്, ഒരെണ്ണം ലൈക്ക് നോർമൽ വേഗമാണ്. ഇതിൽ 27 grams പ്രോട്ടീനും ഉണ്ട്, ഇതില് 25 ഉണ്ട്. അപ്പോ നമുക്ക് ഇതെടുക്കാം. എന്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് പ്രോട്ടീൻ കുറവായിരുന്നു. സോ നമുക്ക് ഐസൊലേറ്റ് എടുക്കാം ഗൈസ്. അപ്പൊ നമ്മ പാലെടുത്തിട്ടുണ്ട്, പാലിൽ തന്നെ മിക്സ് ചെയ്യാം. ഫ്ലേവർ വരുന്നത് കോക്കനട്ട് ഐസ്ക്രീമാണ്. എടുക്കണോ? മറ്റേത് എടുത്താല എന്തായാലും എടുക്കണം. കോക്കനട്ട് ഐസ്ക്രീം നല്ല തേങ്ങയുടെ മണമൊക്കെ കൊള്ളാം. ഇത് നമുക്ക് നേരെ ഇതിലേക്ക് ഇടാം. നല്ല ഫൈൻ പൗഡർ ആണ്. മറ്റേ ബോണ്ടി ഇല്ലേ, ബോണ്ടിയുടെ ഉള്ളിലത്തെ കോക്കനട്ടിന്റെ അതേ മണം. ഓ, ലെറ്റ്സ് ഷേക്ക് ഇറ്റ്. സംഭവത്തിന് മിക്സബിലിറ്റി കൊള്ളാം, പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ടാ. ഇത് പ്രൊമോഷനോ ആഡോ ഒന്നുമല്ല, എനിക്ക് കിട്ടി. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. And we are doing a video. ടേസ്റ്റ് ടെസ്റ്റിന് സമയമായി. മതിയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് അതിന്റെ ക്ലീൻ ഷേപ്പ്? അപ്പോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ. കൊള്ളാം. ലൈക്ക് കറക്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാം. ഇതിന് ഇച്ചിരി നമ്മളിപ്പോ ബോണ്ടി ചോക്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്കും അതില് കുറച്ചും കൂടി കഴിച്ചുകൊണ്ട് തേങ്ങ ഒരു ഇതുണ്ടാവും, ലൈക്ക് ഒരു ഓയിലി ഫീലിംഗ്. പക്ഷെ അതില്ല. സാധനം കൊള്ളാം, ഒരു വെറൈറ്റി ടേസ്റ്റ്. എപ്പോഴും ചോക്ലേറ്റ്, ഞാൻ നോർമലി ചോക്ലേറ്റ് കുക്കീസ് ആൻഡ് ക്രീം ഒക്കെ ഉപയോഗിക്കണം. കുക്കീസ് ആൻഡ് ക്രീമിന്റെ ഒരു ചെറിയ ഇതുണ്ട്, പക്ഷെ കോക്കനട്ടാണ് എടുത്തിരിക്കണേ. കൊള്ളാം. ബട്ട് മിക്സബിലിറ്റി രക്ഷയില്ല. കറക്റ്റ് ആയിട്ട് കിടിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് ചോക്ലേറ്റ് കോക്കനട്ട് കഴിച്ച് നോക്കാം. അത് കറക്റ്റ് ബോണ്ടി ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതായത് ഇതിലൊരു ചോക്ലേറ്റ് ഫ്ലേവർ കൂടി വന്ന കോക്കനട്ട് ബോണ്ടി ചോക്ലേറ്റ്. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.